ലൂക്കാ സുവിശേഷം 23, 24 എന്നീ അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. നീ യഹൂദരുടെ രാജാവാണോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഉത്തരം പീലാത്തോസ്. രണ്ടാമത്തെ ചോദ്യം. പീലാത്തോസ് ആരോടാണ് ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് യേശുവിന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞത്, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക? ഉത്തരം പടയാളികൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ. യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ തലയ്ക്ക് മീതെ ഒരു ലിഖിതമുണ്ടായിരുന്നു. ആ ലിഖിതം എന്ത്? ഉത്തരം ഇവൻ യഹൂദരുടെ രാജാവ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. യേശു ജീവൻ വെടിഞ്ഞത് എന്തു പറഞ്ഞാണ്? ഉത്തരം പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ആര്? ഉത്തരം ശതാധിപൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എമ്മാവൂസ് ഗ്രാമം ജെറുസലേമിൽ നിന്ന് എത്ര അകലെയായിരുന്നു? ഉത്തരം ഏകദേശം 60 സ്താദിയോൺ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ആര്? ഉത്തരം ക്ലെയോപ്പാസ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. യേശു ഉയർത്തതിന് ശേഷം ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ച് എന്താണ് അവൻ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചത്? ഉത്തരം ഒരു കഷ്ണം വറുത്ത മീൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ. യേശു സ്വർഗാരോഹണം ചെയ്തത് ഏത് സ്ഥലത്ത് വെച്ചാണ്? ഉത്തരം ബഥാനിയ.